പ്രശാന്തേട്ട, ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ തുടരുകയാണ്. സന്യാസികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നത് ഇപ്പോൾ അവിടെ പതിവായിരിക്കുകയാണ്. ഇന്നലെയും ചിന്മയദാസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയ 2 സന്യാസിമാരെ കൂടി ഇപ്പോൾ ബംഗ്ലാദേശ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇസ്കോണിൻ്റെ പല ക്ഷേത്രങ്ങളും തല്ലി തകർക്കുകയാണ്. ഇവരുടെ എല്ലാം അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു. അത്തരത്തിൽ നിരന്തരമായ ന്യൂനപക്ഷ വേട്ടയാണോ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്തായാലും ഇന്ത്യയിൽ നിന്നും വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. കേന്ദ്ര സർക്കാർ ഇടപെടുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയാണല്ലോ കോൺഗ്രസ്, ഉൾപ്പെടെ വലിയ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ സാഹചര്യം? ഷെയ്ഖ് ഹസീനയുടെ മാറ്റത്തിന് ശേഷം അവിടുത്തെ കലാപത്തിലൂടെയാണല്ലോ അവരെ അവിടുന്ന് മാറ്റുന്ന, ജനാധിപത്യ സംവിധാനത്തിൽ കൂടി അധികാരത്തിൽ വന്ന ഒരു പ്രധാനമന്ത്രിയെ അവിടെ നീക്കം ചെയ്തതിന് ശേഷം താൽക്കാലികമായിട്ടുള്ളൊരു സംവിധാനമാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അത് മുഹമ്മദ് യൂനസിൻ്റെ നേതൃത്വത്തിലാണ്. അന്ന് തൊട്ട് ഈ ശരിക്കും പറഞ്ഞാൽ ഈ വിദ്യാർത്ഥി കലാപം ആയിരുന്നെങ്കിൽ പോലും അതിൻ്റെ മറവിൽ നടന്ന ഒരു കലാപം, ആ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അതിനുശേഷം ഈ പറയുന്ന താൽക്കാലിക സംവിധാനത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ആ രാജ്യം ഒരു മതരാജ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോക്കാണ് നടക്കുന്നത്. അപ്പം അതിനകത്ത് അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിലായിരിക്കും ന്യൂനപക്ഷ വേട്ട അവിടെ നടത്തിക്കൊണ്ടുപോകുന്നത്. ഏതാണ്ട് 40% ന്യൂനപക്ഷങ്ങൾ ഉണ്ടായിരുന്നിടത്ത് 70-കൾ, എനിക്ക് തോന്നുന്നു 47-കളിലും ഒക്കെ ഒരു 40% ന്യൂനപക്ഷങ്ങൾ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബുദ്ധനും ജൈനനും. ഇപ്പോൾ അത് ഏതാണ്ട് 1% മാത്രം ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ 16-17 കോടി ജനമുള്ളിടത്ത് ഏതാണ്ട് 1 കോടി ജനം മാത്രമാണ് ഈ പറയുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളല്ല, ന്യൂനപക്ഷങ്ങൾ, ജൈനന്മാരും ബുദ്ധന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ ആയിട്ടുള്ളത്. അപ്പം അവരെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ അതിനകത്ത് ഭരണം ഈ തൽക്കാലമായിട്ടുള്ള ഭരണ സംവിധാനം പോലും അതിന് ഉപയോഗിക്കുന്നു. പല ഘട്ടങ്ങളിലും ഹിന്ദുക്കളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങി ഹിന്ദുക്കളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി പോലീസ് സംവിധാനവും പട്ടാളത്തെ ഒക്കെ ഉപയോഗിച്ച് പോകുന്ന രീതിയിലേക്കൊക്കെ വാർത്തകൾ വന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് അവിടുത്തെ ഹിന്ദു വേട്ടയ്ക്കെതിരായിട്ട് RSSൻ്റെ ഭാഗത്തുനിന്ന് ഇന്ത്യയിലുടനീളമുള്ള ഇന്ത്യയിലുള്ള ഹിന്ദുക്കളും അതുപോലെ ലോകത്തുടനീളമുള്ള ഹിന്ദുക്കളും ഒക്കെ സംഘടിച്ചേ മതിയാവും എന്നുള്ള രീതിയിലുള്ള ഒരു മുദ്രാവാക്യം, സംഘടിച്ചു നിന്നില്ലെങ്കിൽ അസംഘടിതരായിട്ടുള്ളവരെ അമർച്ച ചെയ്യുന്ന രീതിയിലേക്ക് തീവ്ര സ്വഭാവമുള്ള ആൾക്കാർ മാറും. അത്തരത്തിലാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞപ്പോൾ ഇസ്കോൺ സന്യാസി, അദ്ദേഹത്തിൻ്റെ പേര് ചിന്മയകൃഷ്ണ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു വളരെ വലിയൊരു പ്രതിഷേധം, അല്ലെ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധമാണ്. വളരെ കൂടുതൽ ആളുകൾ കൂടുകയും അവരുടെ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് പറയുകയും, അല്ലെങ്കിൽ അവർക്ക് എതിരെ നടന്ന ആക്രമണത്തിൽ കേസുകൾ നേരാവണ്ണം വിചാരണ നടത്തി അതിൻ്റെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുകയും, അവിടെ ആരാധനാലയങ്ങളും അല്ലെങ്കിൽ മത സ്ഥാപനങ്ങളുമൊക്കെ ഈ പറയുന്നത് പോലെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതികളെ അറസ്റ്റ് ചെയ്യണം. അതിൻ്റെ തമാശ ഇതാണ്, ഈ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ ക്ഷേത്രങ്ങളും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളുടെ തിങ്ങിപ്പാർക്കുന്ന കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തുമ്പോൾ അവർക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല. ഈ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് ഈ ചിന്മയസ്വാമി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒരു കൊടിയിൽ, ബംഗ്ലാദേശിൻ്റെ കൊടിയുടെ മുകളിൽ കാവിക്കൊടി കിട്ടിയെന്നാണ് രാജ്യദ്രോഹ കുറ്റം. അതിനേക്കാൾ വലിയ സംഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാം പ്രൊട്ടക്ട് ചെയ്യുകയാണ്. അതിനകത്ത് നമ്മൾ അതിശയം പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവിടുത്തെ ഇപ്പോഴത്തെ നിലവിലുള്ള ഭരണ സംവിധാനം ആ രാജ്യത്തെ ഈ പറയുന്ന പോലെ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയും ആ രാജ്യം മതരാഷ്ട്രമാക്കുന്നതിന് വേണ്ടിയും നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റാണ്. അപ്പം ആ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആര് കലാപം അവിടെ ഉരുത്തിരിച്ചു കൊടുത്തോ അവർ വെച്ചിരിക്കുന്ന ഒരു താൽക്കാലിക സംവിധാനമാണ്. അപ്പം അതൊരു താൽക്കാലിക എന്ന് ആ സംവിധാനത്തെ ലോകത്തിലുടനീളം ഒരു ഗവൺമെൻറ് ഉണ്ടെന്നും അതിന് പ്രധാനമന്ത്രി ഉണ്ടെന്നും അവരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നും ലോകത്തിന് മുമ്പിൽ കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. പക്ഷേ അതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ അതിശയമൊന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമി കാണിക്കുന്ന ന്യൂനപക്ഷ വേട്ടയ്ക്കും അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനും, ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്കും, പള്ളിക്കെതിരെ അമ്പലങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്കും, അവരുടെ സന്യാസിമാരുടെ മതസ്ഥാപനങ്ങൾക്കുള്ള ആക്രമണങ്ങൾക്കും ഒന്നും ഇവിടെ കേസെടുക്കുന്ന അവസ്ഥയില്ല. അതിനുവേണ്ടിയാണ് ഇവർ സമരം ചെയ്തത്. അമ്പലങ്ങൾ നശിപ്പിക്കുന്നതിനും അവർക്കെതിരെ നടന്ന അവരുടെ വീടുകളും അമ്പലങ്ങളും ഒക്കെ തീയിടുന്നതിനും, അല്ലെങ്കിൽ അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും മാനഭംഗപ്പെടുത്തുന്നതിനും ഒക്കെ അതുപോലെ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് 10% സംവരണം പാർലമെൻറ്റ് ഉൾപ്പെടെ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സമരം. അപ്പോൾ ഈ സമരത്തിനകത്ത് കാവിക്കൊടി, ഹിന്ദുക്കൾ പിന്നെ അവരുടെ കൊടി കാവിയാണല്ലോ, അപ്പോൾ കാവിക്കൊടി ഉയർത്തിയെന്നു. അതിൻ്റെ കൂടെ
ബംഗ്ലാദേശ് പതാകയ്ക്ക് മുകളിൽ ഇന്ത്യൻ പതാക വീശിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ രാജ്യദ്രോഹ കുറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവർക്ക് നടപടിയെടുക്കുന്നതിനോ അല്ലെങ്കിൽ പോലീസിനോ പട്ടാളത്തിനോ അത് അത്തരത്തിലാണ് കാര്യങ്ങളെന്ന് അവർ കണ്ടെത്തിയാൽ മതി, അല്ലെങ്കിൽ അവർക്ക് അതിനകത്ത് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഹിന്ദുക്കൾ സംഘടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ആ സന്യാസിയുടെ കെയർ ഓഫിൽ സംഘടിക്കുകയും അല്ലെങ്കിൽ ഇത്രയും ആ ന്യൂനപക്ഷങ്ങൾ ആ രാജ്യത്ത് പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിലേക്കും അല്ലെങ്കിൽ അവർക്ക് അവകാശങ്ങൾ കൊടുക്കേണ്ട രീതിയിലേക്കൊക്കെ സംഘടിപ്പിച്ചപ്പോൾ അതിനെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. ഇസ്കോൺ എന്ന് പറയുന്ന സംഘടന ഒരുപക്ഷെ ബംഗ്ലാദേശിൽ മാത്രമല്ല, ഇത് ലോകത്തുടനീളമുണ്ട്. അമേരിക്ക ഉൾപ്പെടെ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഘടനയ്ക്കെതിരെ ഒരു നീക്കം വന്നപ്പോൾ ആ അമേരിക്കയിലും അല്ലെങ്കിൽ ജർമ്മനി ലോകരാജ്യങ്ങൾക്ക് ഇടയിൽ, അല്ലെങ്കിൽ അതൊന്നും ഹിന്ദുക്കളൊന്നുമല്ല, ആ രാജ്യങ്ങൾക്ക് ഇസ്ലാമിക്ക് അനുകൂലമായിട്ടുള്ള ഡിവോട്ടീസ് ഉള്ളത് അവർ അനുകൂലമായി വരികയും ലോകത്തുടനീളം ഹിന്ദുക്കൾ സംഘടിക്കുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് പോയിരിക്കുകയാണ്. അതായത് ലോകത്തുടനീളം ഹിന്ദുക്കൾക്കൊരു വിഷയം വരുമ്പോൾ ഹിന്ദുക്കളെ സംഘടിപ്പിക്കുന്നതിന് കഴിയുന്ന രീതിയിലേക്ക് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ശക്തി അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ശക്തി മാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷ കക്ഷികളും ഇതിനെ അനുകൂലിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഇപ്പോൾ ശശി തരൂർ ഉൾപ്പെടെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ അവിടുത്തെ ഹിന്ദു ഹത്യക്കെതിരെ നടപടിയെടുക്കണം, ഇതിന് UN ഇടപെടണം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നേരത്തെ ഈ കാശ്മീർ ഉൾപ്പെടെ നിലവിൽ ഇപ്പോഴും കാശ്മീരിലെ വിഷയം ഇപ്പം നിലനിൽക്കും. കാശ്മീർ ഉൾപ്പെടെ ഈ പണ്ഡിറ്റുമാരുടെ പാലായന സമയത്ത് പോലും ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളോ അല്ലെ പ്രധാനപ്പെട്ട അന്ന് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലൊക്കെയുള്ള ഭരണമാണ്, അല്ലെങ്കിൽ അവരുടെ കോൺഗ്രസിൻ്റെ നേതൃത്വം അതിന് കണ്ണടച്ചു പോകുന്നൊരു സമീപനമായിരുന്നു, അല്ലെങ്കിൽ അതിനനുകൂലമായിട്ടുള്ള ഒരു രീതികളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം പാകിസ്ഥാൻ കൃത്യമായിട്ട് അവിടെ ഇടപെടുമ്പോൾ അതിന് സഹായമാകുന്ന രീതിയിലായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തനം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് അവരുടെ രാഷ്ട്രീയമായിരിക്കും. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഹരിയാന തെരഞ്ഞെടുപ്പും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പും ഒക്കെ കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ നിലവിലായി നയിച്ചു കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ അവരുടെ രീതികൾ ഒരുപക്ഷെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് താല്പര്യമില്ലാത്തതാണെന്ന് വോട്ടിങ്ങിലൂടെ മനസ്സിലായ ഒരവസ്ഥയുണ്ട്. അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തെ അഭിമുഖീകരിക്കുന്ന പാർട്ടിയാണല്ലോ കോൺഗ്രസ് ഉൾപ്പെടെ. അപ്പോൾ അവർക്കൊരുപക്ഷെ ഈ 2 തെരഞ്ഞെടുപ്പിനകത്തും അത് മനസ്സിലായി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് പഴയതുപോലെ ഹിന്ദുക്കളെ വിഘടിപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടി സാധ്യമല്ലെന്നും അവർ ഒരുപക്ഷെ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് വരുന്നെന്നും അവർ കൃത്യമായ ഒരു മതേതരത്വമൊക്കെ വിട്ടിട്ട് ഒരു സംഘടിതമായ രീതിയിലേക്ക് ഇന്ത്യയിൽ ഉടനീളം പോകുന്നു. ആ ഇന്ത്യയിലുടനീളം അവർ സംഘടിതമായ ഒരു രീതിയിലേക്ക് പോകുന്നത് പോലെ തന്നെ അവരാഹ്വാനം ചെയ്യുമ്പോൾ ലോകത്തുടനീളമുള്ള ഹിന്ദുക്കൾ ആ രീതിയിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടെന്ന് കണ്ടായിരിക്കും ഒരുപക്ഷെ പുതിയതായിട്ട് വന്ന MP പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ ശശി തരൂർ ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞു. നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ശ്രദ്ധയിൽ വരുന്ന വേറൊരു കാര്യമുണ്ട്. പശ്ചിമ ബംഗാളിൽ നിന്ന് മമതാ ബാനർജിയുടെ ഇടപെടൽ. മമതാ ബാനർജി വളരെ ശക്തമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടണമെന്നും അല്ലെങ്കിൽ ഈ വിഷയത്തിൽ കേന്ദ്രപ്പെടണമെന്നൊക്കെ പറഞ്ഞ് കേന്ദ്രത്തെ സമീപിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ സഹായം ഉണ്ടാവണമെന്നൊക്കെ പറഞ്ഞു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കിയാൽ ഒരു ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടായതായി കാണാൻ കഴിയുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് മഹായുദ്ധിക്ക് വലിയ രീതിയിൽ അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് ഇപ്പം തന്നെ ഏറ്റവും അവസാനം ഈ രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യം തന്നെ ജാതി സെൻസസ് ആയിരുന്നു. ജാതി സെൻസസിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തന്നെ ഈ വീണ്ടും ഹിന്ദുക്കളുടെ ഏകീകരണത്തിന് അവരെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ വിഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ളൊരു. അപ്പം അതൊക്കെ മനസ്സിലാക്കി ഹിന്ദുക്കളുടെ ഒരു ഏകീകരണം അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷ ഏകീകരണം ഇന്ത്യയിലുടനീളം ഉണ്ടായിട്ടുണ്ട് എന്ന് കോൺഗ്രസ്സിന് ബോധ്യം വന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് ബോധ്യം വന്നതുകൊണ്ടായിരിക്കാം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഈ പറയുന്ന മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ വളരെ വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവരുടെ ഈ എംബസികൾക്ക് ഒക്കെ നേരെ പ്രകടനവും അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ പതാക കത്തിക്കുന്ന രീതിയിലേക്കൊക്കെ ബംഗ്ലാദേശും ആക്ഷേപമായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ പതാക കത്തിച്ചവരെ അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങളുടെ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് സംരക്ഷണം കൊടുക്കണം. കാരണം അത്തരത്തിലേക്ക് വളരെ വലിയ പ്രക്ഷോഭം അല്ലെങ്കിൽ അത്തരത്തിലേക്ക് വളരെ വയലൻ്റ് ആവുന്ന ജനക്കൂട്ടം ഈ വേണ്ടി വന്നാൽ ബംഗ്ലാദേശിലേക്ക് പോലും ഇരച്ചു കയറാൻ
സന്നദ്ധമായിട്ട് നിൽക്കുന്ന ഒരു ജനക്കൂട്ടത്തെയാണ് ഈ ബംഗാളിലേക്ക് പശ്ചിമബംഗാളിൽ നിന്ന് ഈ പറയുന്ന ബംഗ്ലാദേശിലേക്ക് പോലും ഇരച്ചു കയറാൻ നിൽക്കുന്ന രീതിയിലേക്ക് ഹിന്ദുക്കൾ സംഘടിക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് വളരെ കൃത്യമായിട്ട് ഇന്ത്യ അതിനകത്ത് ഇടപെട്ടേ മതിയാവും എന്നുള്ള രീതിയിൽ ഇന്ത്യക്കകത്തുള്ള പ്രതിപക്ഷവും അല്ലെങ്കിൽ ഹിന്ദു സംഘടനകളും RSSും ഒക്കെ കൃത്യമായിട്ട് നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ നിലപാടിൻ്റെ കൂടാണ് ഇവിടുത്തെ ഭൂരിപക്ഷ ജനവും ഹിന്ദുവും, ആ നിലപാടിൻ്റെ കൂടാണ് ലോകത്തുടനീളമുള്ള ഹിന്ദുക്കളെന്ന് മനസ്സിലായതുകൊണ്ടാണ് പ്രതിപക്ഷ കക്ഷികൾക്ക് പോലും ഈ നിലപാടെടുക്കേണ്ടി വരുന്നത്. ഏതായാലും ഇന്ത്യ പഴയ ഒരു ഇന്ത്യ അല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഹിന്ദുക്കളെ ഈ പറയുന്നത് പോലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പറ്റിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇനിയും അല്ലെങ്കിൽ അവരെ വിഘടിപ്പിച്ച് നിർത്തുന്ന ഒരവസ്ഥയിലേക്കൊന്നും രാഷ്ട്രീയം കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവരുടെ ഒരു ആവശ്യമായിട്ട് വരുമ്പോൾ അവർ ഹിന്ദുവിൻ്റെ ആവശ്യം ഇന്ത്യയിലായാലും ലോകത്തെവിടെയായാലും അതിനുവേണ്ടി സംഘടിക്കുന്നതിനൊക്കെ തയ്യാറായി പോകുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ പല കാര്യങ്ങളിലും ഇന്ത്യയിൽ പല വിഷയങ്ങളും വന്നപ്പോൾ ഹിന്ദുവിന് വേണ്ടി അഭിപ്രായം പറയാത്ത കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് അതിനകത്ത് അഭിപ്രായം പറയേണ്ടി വരികയും അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജിക്ക് ഉൾപ്പെടെ കേന്ദ്രത്തിൻ്റെ സഹായം അവിടുത്തെ ബംഗാളിലെ ഹിന്ദുക്കൾക്ക് രക്ഷയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തണമെന്ന് പറയും, അതിനുവേണ്ടി പരസ്യമായിട്ട് ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയുള്ളത്. ഏതായാലും ഇന്ത്യ പഴയ ഇന്ത്യയല്ല, ഇന്ത്യയിലെ ഹിന്ദുക്കൾ പഴയ രീതിയിലുമല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.